ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു അടിപൊളി സ്ഥലത്തോട്ടാണ് പോകുന്നത്. UAE പുതിയതായിട്ട് ഓപ്പൺ ആയ ഒരു വൈൽഡ് ലൈഫ് സൂയിലോട്ടാണ് ഇന്നത്തെ യാത്ര. അപ്പോൾ ഇതൊരു പ്രൈവറ്റ് സൂ ആണ്, ബട്ട് നൗ ഇറ്റ് ഈസ് ഓപ്പൺ ഫോർ ദ പബ്ലിക് ഓൾസോ. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വെൽക്കം ടു മൈ ചാനൽ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ മറക്കരുത്. അപ്പോൾ ദിസ് പാർക്ക് ഇസ് ലൊക്കേറ്റഡ് ഇൻ ദ ഉമ്മൽ ഖുവൈൻ ആൻഡ് ഇതിൻ്റെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ വൈൽഡ് ലൈഫ് ഉമ്മൽ ഖുവൈനിലെ ലൊക്കേഷന് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വലിയ റഷൊന്നുമില്ല, വലിയ ആൾക്കൂട്ടമൊന്നുമില്ല. ഇത് പുതിയൊരു പാർക്ക് ആയതുകൊണ്ടായിരിക്കണം ഇങ്ങനെ വലിയ റഷും തിരക്കുകളും ഒന്നുമില്ല ഇവിടെ. പിന്നെ ഇവിടുത്തെ എൻട്രൻസ് ഫീ 25 ദിറംസ് ആണ്. അപ്പോൾ 25 ദിറംസിൽ നമുക്ക് ഫുൾ സൂ നമുക്ക് കാണാം. ഓൾസോ ആനിമൽസിൻ്റെ കൂടെ ഇൻട്രാക്ഷനും എല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ആദ്യം നമ്മൾ കണ്ടത് ഈ ബെയറിനെയാണ്. നല്ല ഫ്രണ്ട്ലി ആയിരുന്നു ബെയർ. ഇവിടുത്തെ ആനിമൽസും ഫ്രണ്ട്ലി ആണ്, ഇവിടുത്തെ സ്റ്റാഫും നല്ല ഫ്രണ്ട്ലി ആണ്, നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ലൈക്ക് ഇതെല്ലാം കാണിക്കാനും നമ്മുടെ കൂടെ തന്നെ ഇങ്ങനെ കാണിക്കാനും ഒക്കെ വരുന്നുണ്ടായിരുന്നു ഇവര്. സോ ഇറ്റ് വാസ് വെരി ഹെൽപ്ഫുൾ ഫോർ us. ഈ ബെയർ നല്ല ഫണ്ണിയാണ്, നല്ലോണം കളിക്കുന്നുണ്ടായിരുന്നു പിള്ളേരുടെ കൂടെ. രണ്ടുപേരും എൻജോയ് ചെയ്തു. ഈ ബെയറിനെ കണ്ട് നല്ല സന്തോഷമായിരുന്നു. ദിസ് ഈസ് ദ ജാഗ്വാർ. നല്ല ക്ലോസ് അപ്പ് ആയിട്ടാണ് മോൻ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. ഇവിടുത്തെ ഈ സൂവിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി തന്നെയാണ്, നല്ല അടുത്തൂടാണ് എല്ലാ ആനിമൽസിനെയും കാണാൻ പറ്റുന്നത്. സാധാരണ ഇങ്ങനെ വലിയ സൂവിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഇച്ചിരി ദൂരെയൊക്കെ അല്ല നമുക്ക് കാണാൻ പറ്റുക, പക്ഷെ ഇവിടെ നല്ല അടുത്ത് തന്നെ കാണാൻ പറ്റും എല്ലാം. സോ ഇറ്റ് ഈസ് വെരി നൈസ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ കൺസ്ട്രക്ഷൻ വർക്ക് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല. വിതിൻ 1 month ഇതിൻ്റെ സൂവിൻ്റെ കൺസ്ട്രക്ഷൻ എല്ലാം കംപ്ലീറ്റ് ആവുമെന്നാണ് പറയുന്നത് ഇവര്. ഈ സൈഡിലോട്ട് കുറേ ടൈഗേഴ്സ് ഉണ്ടായിരുന്നു. ടൈഗേഴ്സ് നമ്മുടെ ബംഗാൾ ടൈഗേഴ്സും ഉണ്ടായിരുന്നു, വൈറ്റ് ടൈഗേഴ്സും എല്ലാം ഉണ്ടായിരുന്നു. So this is the first time we are seeing a tiger so close. അല്ലെ നമ്മൾ ഇത്ര ദൂരേക്കല്ലേ കാണുന്നത്, ഇത് ഇത്ര ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു. വെരി നൈസ് എക്സ്പീരിയൻസ് ഇവിടെ വന്നിട്ട്. അപ്പം ഞങ്ങളൊരു ആഫ്റ്റർനൂൺ സമയത്താണ് ഇങ്ങനെ പോയത്. അപ്പം ഓൾമോസ്റ്റ് കുറേ ആനിമൽസ് ഒക്കെ ആണെങ്കിൽ ഉറക്കമൊക്കെ ആയിരുന്നു. രാവിലെ പോകുമ്പോൾ നല്ല ആക്റ്റീവ് ആണെന്നായിരുന്നു അവിടുത്തെ സ്റ്റാഫ് പറയുന്നത്. So this is the Arabian oryx, UAE നാഷണൽ ആനിമൽ ആണിത്. നല്ല ഭംഗിയില്ലേ കാണാൻ.
The zoo is built in a very small area, so നമുക്ക് അങ്ങനെ ടയേർഡ് ഒന്നും ആവാതെ തന്നെ നല്ലോണം എല്ലാ ആനിമൽസിനെയും കാണാവുന്നതാണ്. അത് നല്ല ക്ലോസ് ആയിട്ട് തന്നെ നമുക്ക് കണ്ട് എൻജോയ് ചെയ്യാവുന്നതാണ്. Now this is the black panther. ഇതിപ്പോൾ ഒന്നേ ഉള്ളൂ കേട്ടോ വെളിയിൽ, ബാക്കിയെല്ലാം അതിൻ്റെ കൂട്ടിൻ്റെ അകത്തുണ്ട്. അല്ല ഈ ഉച്ച സമയം ആയതുകൊണ്ട് കേട്ടോ എല്ലാം കിടന്ന് ഉറക്കമാണ്. വാവ്, ബ്യൂട്ടിഫുൾ അല്ലേ? ഇത് ഒരു ക്യാമൽ റൈഡാണ്. നമ്മൾ UAE എവിടെ പോയാലും നമുക്കിത് കാണാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഇത് ഇവാന ബേബിയുടെ ഒരു ഫസ്റ്റ് ക്യാമൽ റൈഡാണിത്. സോ ഷി വാസ് വെയിറ്റിംഗ് ആക്ച്വലി. ഇത് ക്യാമലിനെ കണ്ടപ്പോൾ തൊട്ട് അവൾ പറയുന്നുണ്ടായിരുന്നു നമുക്ക് റൈഡ് പോകണമെന്ന്. എന്തായാലും ഇതൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ഷീ എൻജോയ്ഡ്. സോ ദിസ് ഈസ് ദ ബെസ്റ്റ് പാർട്ട് ഓഫ് ദി സൂ. നമുക്ക് ആനിമൽസിനെ കയ്യിലെടുക്കാം. ആനിമൽസ് എന്ന് പറയുന്നത് സാധാരണ ആനിമൽസും അല്ല, നമുക്ക് ടൈഗർ ബേബിനെയൊക്കെയാണ് നമുക്ക് കയ്യിലോട്ട് തരുന്നത്. അപ്പോൾ ഈ ടൈഗർ ബേബിനെ കയ്യിലെടുക്കാം, പെറ്റ് ചെയ്യാം, ഫോട്ടോസ് എടുക്കാം, എന്ത് വേണമെങ്കിലും നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കാം കേട്ടോ. സോ ദിസ് വാസ് ദ ബെസ്റ്റ് തിങ്. ഇറ്റ്സ് ലൈക്ക് എ ഡ്രീം കം ട്രൂ മൊമെന്റ് ഫോർ മൈ ഹസ്ബൻഡ് ആൻഡ് ചിൽഡ്രൻ. ആൻഡ് ഈ ആനിമൽസും നല്ല ഫ്രണ്ട്ലി ആണ്. ഇങ്ങനെ ഇതാ പിള്ളേർ കുഞ്ഞു വരെ എടുക്കുന്നുണ്ട്, അപ്പോൾ ഒന്നും ചെയ്യത്തില്ല കേട്ടോ. അങ്ങനെ നല്ലോണം ഒന്ന് കംഫർട്ടബിൾ ആയിട്ട് പിടിക്കുകയാണെങ്കിൽ ഈ ആനിമൽസ് ഒന്നും ചെയ്യാത്തതില്ല. സോ ഇറ്റ് വാസ് വെരി നൈസ്. അടുത്തത് ഇത് നമ്മുടെ യെല്ലോ പൈത്തൺ ആണ്. അപ്പം ഞാൻ ഇതിൻ്റെ അടുത്തെങ്ങും പോയിട്ടില്ല, എനിക്ക് നല്ല പേടിയാണിത്. സോ ഇതും നമുക്ക് കയ്യിലോട്ട് ഇങ്ങനെ തരും. ഇതും ഡേഞ്ചറസ് ഒന്നും അല്ല, ഇങ്ങനെ പോയിസണസ് ഒന്നും അല്ല എന്ന് അവർ പറയുന്നത്. സോ ഇങ്ങനെ കഴുത്തിലിട്ടിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാം. സോ അപ്പം മോനും കൂടെ അങ്ങ് എടുത്തു. മോനും നല്ല ബ്രേവ് ആയിരുന്നുകൊണ്ട് മോനും കൂടെ എടുത്തത് തോളത്തിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തു. പക്ഷെ അത് നല്ല ഹെവി ആയിരുന്നു, നല്ല ഹെവി സ്നേക്ക് ആയതുകൊണ്ട് ഇങ്ങനെ ഹസ്ബൻഡ് ഇങ്ങനെ പിടിച്ചു കൊടുക്കുവാണ്. സോ ദിസ് ഇസ് ദ ഒറാങ്കുട്ടൻ. അവൻ്റെ പേര് അബൂബ എന്നാണ്. അവരവിടെ അബൂബ എന്നാണ് ഈ ഒറാങ്കുട്ടനെ വിളിക്കുന്നത്. നല്ല ക്യൂട്ടായിട്ടാണ് വന്ന് ഹഗ് ചെയ്തിരിക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. ഷേക്ക് ഹാൻഡ് കൊടുത്തു, സ്മൈൽ ചെയ്ത് കാണിച്ചു, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കാണിച്ചു. So this was our experience here. Such a beautiful day, such a beautiful experience. Dream come true moments ഒക്കെ എന്ന് പറയില്ലേ, അതേപോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു ഇവിടെ വന്നിട്ട് നമുക്ക് എല്ലാവർക്കും കിട്ടിയത്. അപ്പോൾ പിള്ളേരും നല്ല ഹാപ്പി ആയിരുന്നു. സോ എല്ലാവർക്കും എൻജോയ് ചെയ്തു. അതേപോലെ നിങ്ങളും എൻജോയ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ. ഐ ഹോപ്പ് യു ഓൾ ലൈക്ക് ദ വീഡിയോ ഓൾസോ. ആൻഡ് ഇഫ് യു ആർ ഇൻ ദ UAE, I would suggest you come to this place at least once and experience this. Such a beautiful thing. Okay, so ഇതേപോലത്തെ നല്ല വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും സന്തോഷമായിട്ടിരിക്കും. Till then, take care and bye-bye.